ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഏറ്റവും പുതിയൊരു മോട്ടോർ സൈക്കിളുമായിട്ടാണ്. ഹുസ്ക്വാർണ വിറ്റ്പിലെൻ 250 എന്ന് പറയുന്ന ഒരു പുതിയ മോട്ടോർ സൈക്കിൾ. ഇത് പുതിയതല്ല, ആക്ച്വലി ഇന്ത്യയിൽ ഇങ്ങനെ ഒരു മോഡൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. വിറ്റ്പിലിനും സ്വാട്ട്പിലിനും എൻ്റെ ഒരു 250cc മോട്ടോർ സൈക്കിളുമായിട്ട് KTMൻ്റെ ഡീലർഷിപ്പിലൂടെ ഇന്ത്യയിൽ എത്തിയിട്ടുണ്ടായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷേ ഒരുപാട് റീസൺസ് ഉണ്ടായിരുന്നു ഈ ഒരു ബൈക്ക് ഇന്ത്യയിൽ ക്ലച്ച് പിടിക്കാത്തതിന്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ അന്ന് മുതൽ അവരെ പ്രതീക്ഷിച്ചിരുന്ന ഒരു ബൈക്കായിരുന്നു ഇതിൻ്റെ വിറ്റ്പിലിൻ്റെയും സ്വാട്ട്പിലിൻ്റെ ഒരു 401 എന്ന് പറയുന്ന ഒരു മോഡൽസ്. ഇപ്പോൾ എന്തായാലും സ്വാട്ട്പിലിൻ 401 ഇവിടെ ലോഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ വൈകാതെ തന്നെ വിറ്റ്പിലിനും ലോഞ്ച് ആവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എനിക്ക് തോന്നുന്നത് അതിൻ്റെ വൈകുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയാം, വിറ്റ്പിലിനേക്കാളും കുറേ കൂടി സ്വീകാര്യത നേടിയൊരു മോഡൽ ആക്ച്വലി സ്വാട്ട്പിലിൻ തന്നെയായിരുന്നു. അതിൻ്റെ റീസൺസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. പിന്നെ അത് സ്വീകാര്യത നേടാൻ പറ്റാതിരുന്ന ഒരു സമയത്തും ഇവർ വീണ്ടും ഒരു മോഡൽ കുറേ മാറ്റങ്ങളുമായിട്ട് ഇതിൻ്റെ മോഡൽസ് ഇറക്കിയിരിക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ഇതിലൊരു മാറ്റങ്ങൾ, അതെങ്ങനെയൊക്കെ ഈ ഒരു നമ്മുടെ മാർക്കറ്റിനെ ഇണങ്ങുന്നുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ ചാനലിലെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും കാണുക. അപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫ്രണ്ട് പോർഷൻ നമുക്ക് കാണാമല്ലോ. ഹുസ്ക്വാർണ എന്നുള്ളൊരു ബാഡ്ജിങ് ഭയങ്കര ഡീസൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചെറിയ ഡീറ്റെയിലിങ് നമുക്ക് എല്ലാ ഭാഗത്തും കാണാം. അപ്പോൾ ഞാൻ ഈ ഒരു ബൈക്ക് വിറ്റ്പിലിനായാലും സ്വാട്ട്പിലിനായാലും ആദ്യം ഇറങ്ങിയപ്പോഴാണെങ്കിൽ ഞാൻ പോയി കണ്ടപ്പോൾ ഏറ്റവും എന്നെ ഇമ്പ്രസ് ചെയ്തൊരു സംഭവമായിരുന്നു ഈ ഒരു ഹെഡ് ലാമ്പിൻ്റെ ഈ ഒരു പോർഷനും അവിടുത്തെ ഒരു പ്രീമിയംനെസ്സും. അപ്പോൾ എവിടെയും ആ ഒരു ക്വാളിറ്റി, ഈ ഒരു സ്വീഡിഷ് കമ്പനിയാണല്ലോ, അപ്പോൾ ആ ഒരു ക്വാളിറ്റി എവിടെയും ഇവർ കോംപ്രമൈസ് ചെയ്യാതെയാണ് ഈ ഒരു ബൈക്സ് ഒക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഈ ബൈക്സിന് പിടിച്ച് നിൽക്കാൻ പറ്റാതെ പോയ കാര്യങ്ങളെന്ന് വെച്ചാൽ ഒന്ന്, ഇതിൻ്റെ ഒരു ലുക്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഒരുപാട് പേര് ഹോണ്ട നാവി പോലെയാണ്, നാവിനെ ഞാൻ കളിയാക്കുന്നതല്ല, പക്ഷേ അങ്ങനെ ഒരുപാട് ചെറിയ ബൈക്കാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് കളിയാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ബാക്കിലുള്ളൊരു ഭാഗമൊക്കെ ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അപ്പം ഇതിന് നല്ല സീറ്റ് ഹൈറ്റ് ഉണ്ടായിരുന്നു, ഒത്തിരി പ്രാക്ടിക്കാലിറ്റിയുടെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഒരു കഫേ റേസർ അല്ലെങ്കിൽ ഒരു സ്ക്രാംബ്ലർ എന്നൊക്കെ പറയുന്നത് ഇന്ത്യൻ മാർക്കറ്റിൽ കയറി വന്നുകൊണ്ടിരിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പ്രത്യേകിച്ച് വിറ്റ്പിലിൻ്റെ കാര്യം പറയുമ്പോൾ, വിറ്റ്പിലിൻ എന്ന് പറഞ്ഞാൽ വൈറ്റ് ആരോ എന്നാണ് കേട്ടോ. അപ്പോൾ അതൊരു കഫേ റേസർ ബൈക്കായിരുന്നു. നല്ല സീറ്റ് ഹൈറ്റുള്ള, നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ്, അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടായിരുന്ന ഒരു ബൈക്കായിരുന്നു. ഇപ്പോൾ അതൊക്കെ വീണ്ടും മെച്ചപ്പെടുത്തി വീണ്ടും കുറഞ്ഞൊരു സീറ്റ് ഹൈറ്റിലേക്ക് കൊണ്ടുവന്നിട്ട് കുറേ കൂടി നല്ലൊരു ലുക്സും ഒരുപാട് കംഫർട്ടും ഒരുപാട് കൂടുതൽ പവറും എല്ലാമായിട്ടാണ് ഈ ഒരു ബൈക്ക് ഇപ്പോൾ നമ്മുടെ നിരത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഡിസൈൻ എലമെൻറ്റ്സ് ഞാൻ പറയാം. മറ്റേ ഒരു ബൈക്കിൽ ഇങ്ങനെ ബ്ലാക്ക് ഭാഗമല്ല കേട്ടോ, ഇവിടെ എനിക്ക് തോന്നുന്നു ഒരു സിൽവർ കളറിലായിരുന്നു ഇതിൻ്റെ ഒരു റൗണ്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ അതും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഇതും അതുപോലെ തന്നെ അതിൻ്റെ ഒരു വൺ സൈഡിൽ ഇതിൻ്റെ ഒരു ഹൈ ബീമും വൺ സൈഡിൽ ലോവർ ഹാഫ് അതിൻ്റെ ഒരു ലോ ബീമും അങ്ങനത്തെ രീതിയിലാണ് ഇതിൻ്റെ വന്നിരിക്കുന്നത്. ഈ LED ടേൺ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. നമുക്ക് KTMസിൽ കാണുന്നത് പോലെ തന്നെ WPFXൽ നിന്നുള്ള 43mm USD ഫോർക്സ് കാണാം. ഈ ഒരു പോർഷനൊക്കെ ശരിക്കും ഭയങ്കര ഒരു ബൾക്കിനെസ് ഫീൽ കൊടുക്കുന്നുണ്ടോ. അതിൽ ഹുസ്ക്വാർണയുടെ ഒരു ലോഗോയൊക്കെ ഉണ്ട്. 110 സെക്ഷൻ്റെ MRFൽ നിന്നുള്ള ടയേഴ്സാണ് ഇതിൽ വരുന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡ്യൂക്ക് 390ലേക്ക് പുതിയ 390ലേക്ക് നോക്കുവാണെങ്കിൽ അതിൽ മെഡ്സലറിൻ്റെ ടയേഴ്സാണ്. പക്ഷേ നമ്മൾ 200 അല്ലെങ്കിൽ 250 ഒക്കെ നോക്കുവാണെങ്കിൽ അതിൽ സെയിം MRFൻ്റെ ടയേഴ്സ് തന്നെയാണ് കേട്ടോ കമ്പനി കൊടുത്തിരിക്കുന്നത്. അവിടെ നമുക്ക് ബൈബ്രയുടെ കാൽപ്പേഴ്സോട് കൂടിയ 320mm ഡിസ്ക് ബ്രേക്സ് കാണാം. ഈ ഭാഗത്ത് നോക്കുമ്പോൾ നമുക്ക് വലിയൊരു റേഡിയേറ്റർ ഗ്രില്ലൊക്കെ കാണാം. അപ്പോൾ ഒരു റേഡിയേറ്ററിൻ്റെ വലുപ്പം കൂടിയിട്ട് ഇവർ വീണ്ടും കൂളിംഗ് ഒന്നുകൂടി മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു ഹുസ്ക്വാർണ എന്നുള്ള ഈ ഒരു പോർഷനൊക്കെ ഉണ്ടല്ലോ, ഇതിൻ്റെ ഹയർ കപ്പാസിറ്റി മോട്ടോർ സൈക്കിൾ നോർഡൻ എന്ന് പറയുന്ന ഒരു ADV മോട്ടോർ സൈക്കിളൊക്കെ ഉണ്ട്. അതിൽ നിന്നൊക്കെ ഇൻസ്പയർഡ് ആയിട്ട് ഉള്ളതുപോലെ എനിക്ക് തോന്നിയിട്ട് ഈ ഒരു പാർട്ടൊക്കെ ചെറിയൊരു ക്രാഷ് ഗാർഡ് നമുക്ക് കാണാം. മനോഹരമായിട്ടുള്ള 250cc KTMൻ്റെ ബാഡ്ജിങ്ങോട് കൂടിയിട്ടുള്ള ഒരു എഞ്ചിൻ നമുക്ക് കാണാം. നമ്മൾ KTMൻ്റെ 250ൽ കാണുന്ന സെയിം എഞ്ചിൻ തന്നെയാണ്, സെയിം ഷാസി തന്നെയാണ് വന്നിരിക്കുന്നത്. അതിലൊന്നും ഒരു മാറ്റവുമില്ല. ഇവിടെ നമുക്ക് ഓഫ്സെറ്റ് ആയിട്ടുള്ള ഒരു മോണോഷോക്ക് സിസ്റ്റം കാണാം. WPFXൽ നിന്ന് തന്നെയുള്ള പ്രീലോഡ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റമായിരുന്നു. ബാക്കിൽ നമുക്ക് ഡിസ്ക് ബ്രേക്സ് കാണാം, ബൈബ്രയിൽ നിന്നുള്ള കാലിപ്പേഴ്സും MRFൻ്റെ ടയേഴ്സും 140 സെക്ഷൻ ടയേഴ്സാണ് വരുന്നത്. ഫ്രണ്ടിലും ബാക്കിലും 17 ഇഞ്ചിൻ്റെ അലോയ് വീൽസ് വരുന്നുണ്ട്. ഇവരൊക്കെയാണ് കാണാനുള്ള സംഭവങ്ങൾ കേട്ടോ. പ്രത്യേകിച്ച് പിന്നെ ഇതിൻ്റെ ഒരു 100 എക്സോസ്റ്റൊക്കെ കാണാൻ നല്ല രസമുണ്ട്. അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ളൊരു എക്സോസ്റ്റ് നോട്ടുണ്ട്, അത് ഞാൻ കേൾപ്പിച്ചു തരാം. അപ്പോൾ നമ്മൾ സൈഡിലേക്ക് വരുമ്പോൾ ഈ ഒരു വൈറ്റ് ആരോ എന്നാണ് ഇതിൻ്റെ ഒരു പേരിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൽ ഒരു ബ്ലാക്ക് കളറിൽ വിറ്റ്പിലിൻ എന്നുള്ളത് ഒരു വീണ്ടും വൈറ്റ് ലെറ്റേഴ്സിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര മനോഹരമാണ് അത് കാണാൻ വേണ്ടിയിട്ട്. നല്ല ഒരു പ്രീമിയംനെസ് തീർച്ചയായിട്ടും തോന്നുന്നുണ്ട്. ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷൊക്കെ വരുമ്പോൾ ഇവിടെ ഒരു പിയാനോ ബ്ലാക്കിൽ തന്നെ വീണ്ടും 250 എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ 401ലേക്ക് പോകുമ്പോൾ ഇവിടെ 401 എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ സ്വാട്ട്പിലിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ ഇതിൻ്റെ 701 ഒക്കെ ഉണ്ട് പുറത്ത് ആ ഒരു ബൈക്കിലും. അതുപോലെ ആ ഒരു ഭാഗത്ത് തന്നെയാണ് 701 എന്നൊക്കെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബൈക്കിൻ്റെ ഏറ്റവും പ്രധാനമായിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്തൊരു പോർഷൻ ഈ ഒരു അവസാനത്തെ ഒരു 1/3 ആയിരുന്നു. അതിൽ പ്രധാനമായിട്ട് ഉണ്ടായിരുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സീറ്റ് ഒരുപാട് ചെറുതായിരുന്നു, ഒട്ടും പ്രാക്ടിക്കൽ അല്ലാത്തൊരു സീറ്റായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ സീറ്റിന് നല്ല വിട്ട് കൂട്ടി നല്ല ഡീസൻറ്റ് കുഷനിങ് കൊടുത്തിട്ട് നമുക്കൊരു മോട്ടോക്രോസ് ബൈക്കിൽ ഇരിക്കുന്ന പോലെ ഫ്രണ്ടിലേക്ക് കയറി ഇരിക്കണമെങ്കിൽ അങ്ങനെ ഇരിക്കാം. അങ്ങനൊരു ഭയങ്കര ആയിട്ടുള്ളൊരു ഫ്രീഡം റൈഡറിന് കൊടുത്തുകൊണ്ട്, അതുപോലെ പിലിയനും നല്ല അത്യാവശ്യം വൈഡായിട്ടുള്ളൊരു സീറ്റ് കൊടുത്തുകൊണ്ട്
ഉള്ള ഒരു ചേഞ്ച് ഇതിലെ ഹുസ്ക്വറിന് കൊണ്ടുവന്നിട്ടുണ്ട്. ടെയിൽ ലാമ്പിനൊന്നും മാറ്റമൊന്നുമില്ല കേട്ടോ, അതേ ഒരു LED യൂണിറ്റ് തന്നെയാണ്. ഈ ഒരു ടെയിൽ ടൈഡിയും ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ എന്തൊക്കെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് പഴയ ആ ഒരു ടയർ ഹഗ്ഗറും അതിലേക്ക് ഉണ്ടായിരുന്ന ആ ഒരു നമ്പർ പ്ലേറ്റിൻ്റെ ഹോൾഡറും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സിസ്റ്റത്തിൽ നിന്ന് ഇത് പിന്നെയും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നി. പക്ഷേ ഇത് കുറച്ചുകൂടി ഒന്ന് ടേപ്പർ ചെയ്ത് വരാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഈ ഒരു പോർഷൻ എന്തോ കുറച്ച് ബൾക്കിയായിട്ടിരിക്കുന്നത് എന്തോ ഒരു ബോറായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ടുള്ളൊരു സംഭവം ഹുസ്ക്വർനാസിന് ഒരുപാട് ഓഫ് റോഡ് സെൻട്രിക് മോട്ടോർ സൈക്കിൾസ് ഉണ്ട് കേട്ടോ. ഒരുപാട് മോട്ടോക്രോസ് മോട്ടോർ സൈക്കിൾസൊക്കെ പുറത്തുള്ളവരാണ്. അതിനാണ് ശരിക്കും മെയിനായിട്ട് പേര് കേട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ അവർ ഈ ഒരു സീറ്റിലൊക്കെ ആ ഒരു സംഭവം നിലനിർത്തിയിരിക്കുന്നത്. ഒരു കഫേ റൈസറായിട്ട് പോലും ആ ഒരു സംഭവം അവർ നിലനിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്പ്രോക്കറ്റിൻ്റെ ഈ ടീത്തിൻ്റെ നമ്പറിങ് ആയാലും ബാക്കി ഒരു കാര്യത്തിലും ഡ്യൂക്കുമായിട്ട് നമുക്കൊരു വ്യത്യാസം പറയാനൊന്നും കേട്ടോ. അതുകൊണ്ട് തന്നെ പവറിങ് ഒക്കെ സെയിം ആയിരിക്കും ഇതിൻ്റെ. ഇപ്പോൾ 390 401 കമ്പയർ ചെയ്യുമ്പോൾ ഒരുപോലത്തെ പവറിങ് ആണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഞാൻ ആ ബൈക്ക് ഓടിച്ചിട്ടില്ല, അപ്പോൾ ആ ഒരു ബൈക്ക് ഇവിടെ എത്തിയിട്ടില്ല. അപ്പോൾ നമ്മളത് ആ ഒരു ബൈക്ക് വരുമ്പോൾ സ്മാർട്ട് പില്ലൻ 401 നമുക്ക് അവൈലബിൾ ആകുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ 172 സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള എനിക്ക് നല്ല ഡീസൻ്റായിട്ട് പ്ലാന്റഡ് ഫുഡ് ഇതിൽ കിട്ടുന്നുണ്ട്. ഈ ഒരു റിയർ സസ്പെൻഷൻ്റെ ആ ഒരു ഫീൽ നല്ല രസമുണ്ട്. ഇവിടെ നിന്ന് ചാടി കളിക്കാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ബാക്കിലോട്ട് ഇങ്ങനെ ഇരുന്നിട്ട് റിലാക്സ്ഡ് ആയിട്ട് ഇരുന്ന് കാലൊരുപാട് ക്രാംഡ് ആയിട്ടൊന്നും അല്ലായിരിക്കുന്നത്, നമുക്ക് ഡീസൻ്റായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയൊരു ഇതിൻ്റെ ഫ്രണ്ട് ഫോക്ക് സിസ്റ്റത്തിൽ നമ്മൾ 401 വരുമ്പോൾ അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻസ് വരുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ ഡ്യൂക്ക് 390 കണ്ടതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു LCD ഡിസ്പ്ലേ വരുന്നുണ്ട്. ഇതിൽ അത്യാവശ്യം ഡീറ്റെയിൽസ് എല്ലാം കാണിക്കുന്നുണ്ട്. നമുക്ക് റിയർ ABS ഒക്കെ ഇതിൽ സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഡ്യൂക്ക് 390 കണ്ടതുപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള സ്വിച്ച് കീസും അതുപോലെ ഹസാർഡ് ലാമ്പും എല്ലാം ഇപ്പോൾ ഈ ഒരു ബൈക്കിൽ വരുന്നുണ്ട്. നല്ല അടിപൊളി ക്വാളിറ്റിയിലുള്ള സ്വിച്ച് കീസാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം 390 മീൻസ് 401 പോകുമ്പോൾ കളർ TFT വരുന്നുണ്ട്. ഇതേ ഒരു വലുപ്പത്തിലേക്ക് നല്ലൊരു കളർ TFT മനോഹരമായിട്ടുള്ളൊരു കളർ TFT വരുന്നുണ്ട്. ഈ ഒരു ബൈക്കിൽ പണ്ടുണ്ടായിരുന്നൊരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു ഇതുപോലെ തന്നെ LCD ഡിസ്പ്ലേ ആയിരുന്നു. പക്ഷേ അതിന് ഒരുപാട് വിസിബിലിറ്റി ഇഷ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് പക്ഷേ എനിക്ക് ഒന്ന് ബെറ്റർ ആക്കിയിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു വിസിബിലിറ്റി ഇതിന് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ നമുക്ക് നല്ല വിസിബിൾ ആയിട്ടുള്ളൊരു ഗിയർ പോസ്റ്റിന് ഇൻഡിക്കേറ്ററും അതുപോലെ ഇവിടെ സ്പീഡോമീറ്ററും ഇവിടെ നമുക്ക് ടാക്കോമീറ്റർ കാണാം. ഇവിടെ ടൈം കാണിക്കുന്നുണ്ട്. അവിടെ നമുക്ക് ഫ്യൂവൽ ലെവൽ ഇൻഡിക്കേറ്റർ കാണാം. ABS ഓൺ ആണോ ഓഫ് ആണോ എന്നുള്ളത് കാണിക്കുന്നത്. ട്രിപ്പ് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണിക്കുന്നത്. നമുക്ക് ആ ഡീറ്റെയിൽസ് എല്ലാം ഇത് വെച്ചിട്ട് ടോക്കിൾ ചെയ്യാം. അതുകൊണ്ട് ഒരു പാസ് സ്വിച്ച് ഈ ഒരു ഭാഗത്താണ് വരുന്നത്. ലോ ബീം ഹൈ ബീം പാസ് സ്വിച്ച് ഒറ്റ കീഴിൽ തന്നെയാണ് വരുന്നത്. ഇവിടെ നമുക്ക് എൻജിൻ കിൽ സ്വിച്ചും അതുപോലെ സ്റ്റാർട്ടർ ബട്ടൺ എല്ലാം കാണാം. ബൈക്കിൻ്റെ കീ വരുന്നത് ഇവിടെ നമുക്ക് ടാങ്കിൻ്റെ ഭാഗത്തായിട്ടാണ്. നല്ല ഡീസൻ്റ് ആയിട്ടുള്ള കീ ആണ് കേട്ടോ. അത്യാവശ്യം പ്രീമിയംസ് അവിടേക്ക് കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്മാർട്ട് പില്ലൻസിൽ നമുക്കറിയാം ഇവിടെ ഒരു അവർ റാക്ക് പോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് വേണമെങ്കിൽ ലഗേജൊക്കെ വെച്ചാലും ബൈക്കിന് വേറെ കേടുപാടൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു സംഭവം ഇപ്പോഴത്തെ സ്മാർട്ട് പില്ലിനുണ്ട്. കുറച്ച് ഡിഫറൻ്റ് ആണ് എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു വലിയ കാര്യം നല്ലത് ഇവർ ചെയ്തിരിക്കുന്നത് 9.5 ലിറ്റേഴ്സ് മാത്രം ഉണ്ടാകുന്ന ഫ്യൂൽ ടാങ്ക് ഇപ്പോൾ 13.8 ലിറ്റേഴ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിപ്പോൾ KTMസിലെല്ലാം ചെയ്തൊരു പരിപാടിയാണ്. അവരിപ്പോൾ RC സീരീസിലാണെങ്കിലും എല്ലാത്തിനാണെങ്കിലും ആ ഒരു ഫ്യൂവൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി വർദ്ധിപ്പിച്ചിട്ട് നല്ലൊരു കാര്യം, നല്ലൊരു മൂവ് അവർ എന്തായാലും ചെയ്തിട്ടുണ്ട്. ഈ ഒരു കളറൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. E20 ഫ്യൂവൽ കമ്പാറ്റബിൾ ആണെന്ന് എഴുതിയിട്ടുണ്ട്. ഈ ഭാഗമൊക്കെ കുറച്ച് പോറാൻ ചാൻസ് ഉണ്ട് പെട്ടെന്ന്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ നിന്നുള്ള വ്യൂ നല്ല രസമുണ്ട്. ആ ഒരു കളർ TFT ഡിസ്പ്ലേയോട് വരുവാണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയനെ. ക്ലച്ച് ഫീൽ അത്യാവശ്യം സോഫ്റ്റ് ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല ഫങ്ഷണൽ ആയിട്ടുള്ള 2 മിറേഴ്സ് ഉണ്ട്. കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല, നല്ല വട്ടത്തിലുള്ള മിറേഴ്സ് ആണ് എങ്കിൽ പോലും. അപ്പോൾ അത്രയ്ക്കാണ് ഇതിൻ്റെ ഒരു ലുക്കിൻ്റെ കാര്യങ്ങൾ. ഞാൻ ഇതിൻ്റെ ഒരു എക്സോസ്റ്റ് നോട്ട് കൂടി നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ആ ഒരു റിഫൈൻമെൻറ്റിൻ്റെ ഫീൽ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ എത്തിച്ചേരുന്ന രീതിയിലുള്ള ഒരു എക്സോസ്റ്റ് നോട്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല ഡീസൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് കുറച്ച് ബെറ്റർ ആക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ 165 mm ആണ് ഇതിൻ്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് തോന്നുന്നു. എക്സാക്റ്റ് ഇവർക്കും ആക്ച്വലി ഷോറൂമിലും ഇവരിൽ ഇതിൻ്റെ സ്പെക് ഷീറ്റ് ഒന്നും എത്തിയിട്ടില്ല എനിക്ക് തോന്നുന്നു. പിന്നെ അതുപോലെ ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് കുറഞ്ഞിട്ട് ഇപ്പോൾ 810 mm അല്ലെങ്കിൽ 820 mm എത്തിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞു 172 സെൻറ്റിമീറ്ററുള്ള എനിക്ക് പ്ലാന്റഡ് ഫുഡ് കിട്ടുന്നുണ്ട്. പണ്ടത്തെ വിറ്റ്പെല്ലിൽ അതൊട്ടും പോസിബിൾ അല്ലായിരുന്നു. അതുപോലെ പണ്ടത്തെ വിറ്റ്പെല്ലിൽ നമുക്ക് ഇരിക്കുന്ന ഒരു റൈഡേഴ്സ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് കമ്മിറ്റഡ് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. അപ്പോൾ ഇത് അത്യാവശ്യം നമുക്ക് ഡീസൻ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് ഒരുപാട് കുനിഞ്ഞൊന്നും ഇരിക്കേണ്ട കാര്യമില്ല. എൻ്റെ കൈ ഇതാ നേരെ വെച്ചിട്ട് ജസ്റ്റ് താഴേക്ക് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഹാൻഡിൽ ആ ഒരു അപ്രോച്ച് കിട്ടുന്നതാണ്. അപ്പോൾ റൈഡറിന് കുറച്ചുകൂടി കംഫർട്ടബിളായിട്ട് ഇരുന്നിട്ട് ഓടിക്കാൻ പറ്റുന്നൊരു ബൈക്കായിട്ട് മാറിയിട്ടുണ്ട് എന്നാണ് ചുരുക്കം.
അപ്പോൾ അത് സീറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും, അതായത് സീറ്റിലെ കംഫർട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും, പിലിയങ്ങളിലുള്ള കംഫർട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും, അതുപോലെ റൈഡറിൻ്റെ ഒരു ട്രയാങ്കിൾ ആണെങ്കിലും, സീറ്റ് ഹൈറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം കമ്പനി നല്ല നല്ല മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതുപോലെ കൂളിങ്ങിൻ്റെ ഒരു എഫിഷ്യൻസി ബെറ്റർ ആക്കിയിട്ടുണ്ട്. എഞ്ചിൻ്റെ പവർ കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 31 bhp അതുപോലെ 25 Nm പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പണ്ട് ഈ ഒരു ബൈക്ക് വിറ്റ്പലൻസ് ഇറങ്ങിയപ്പോഴാണെങ്കിൽ തന്നെ അന്ന് ഈ ഒരു ബൈക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് 30 HP ആയിരുന്നു. അപ്പോൾ 30 bhp പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അന്നുണ്ടായിരുന്ന ഡ്യൂക്ക് 250 പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത് 29 bhp ആയിരുന്നു. അപ്പോഴും ആ ഒരു 1 bhp ഡിഫറൻസ് ഉണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ ഒരു വെയിറ്റിൻ്റെ ഒക്കെ ഒരു സംഭവം വന്നു കഴിയുമ്പോൾ നല്ല പെർഫോമൻസ് ഉള്ള നല്ല പെപ്പി ആയിട്ടുള്ളൊരു എഞ്ചിനുള്ള ബൈക്കായിരുന്നു. പക്ഷേ ഈ ഒരു റീസൺസൊക്കെ കൊണ്ടതാണ് ആളുകൾ വാങ്ങാതിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഇത് നമ്മുടെ ഡ്യൂക്ക് 250ക്ക് നല്ലൊരു റൈവലായിട്ട് തീർച്ചയായിട്ടും വന്നിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ ഓരോ കംഫർട്ടിൻ്റെ കാര്യങ്ങളാണെങ്കിലും ആ ഒരു ബാക്കിലത്തെ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആളുകൾക്ക് ഇഷ്ടപ്പെടാതിരുന്ന ആ ഒരു സംഭവങ്ങളൊക്കെ മാറ്റിയിട്ട് കമ്പനി നല്ലൊരു രീതിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഒപ്പം ഈ ഒരു WPR-X നിന്നുള്ള USD ഫോക്സ് എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നല്ലൊരു പാക്കേജ് ആയിരിക്കും. പ്രൈസ് കൂടി കേട്ടുകഴിയുമ്പോൾ അത് നിങ്ങൾ എന്തായാലും പറയും. കാരണം ഈ ഒരു ബൈക്കിന് ഏകദേശം ഓൺ റോഡ് പ്രൈസിലേക്ക് വരുമ്പോൾ 20,000 രൂപയ്ക്ക് മുകളിൽ KTMൻ്റെ ഡ്യൂക്ക് 250 ആയിട്ട് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ് മുംബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2,62,000 ആണ്. അത് ഡ്യൂക്ക് 250ലേക്ക് പോകുമ്പോൾ ഏകദേശം 2,85,000 പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഉള്ളതുകൊണ്ട് ഫീച്ചേഴ്സും അതേപോലത്തെ പവർ ഡെലിവറിയും അതുപോലത്തെ ടെക്നോളജി എല്ലാം ഉള്ള ഒരു ബൈക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഹുസ്ക്വർണ എന്നുള്ള വീണ്ടും നല്ലൊരു ബ്രാൻഡിൽ നിന്ന് തന്നെയുള്ളൊരു ബൈക്ക് സ്വന്തമാക്കാം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു ബൈക്കിനെ കുറിച്ച് എന്താണ് എന്നുള്ള കാര്യം അറിയിക്കുക. ഈ ബൈക്കിലുണ്ടായിരിക്കുന്ന ചേഞ്ചസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഈ ഒരു ബൈക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലെ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നവരേക്കും റൈഡ് സേഫ്, ഹെയിൽ ബൈക്കേഴ്സ്, ബൈ.